തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് فإنه أغض للبصر وأحسن للفرج ومن لم يستطع فعليه بالصوم فإنه له وجاء شفيعنا رسول الله صلى الله عليه وسلم. വളരെ സഹീഹായ ഹദീസല്ലേ, സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും വന്നിട്ടുള്ള ഹദീസുകളാണ്. യാ മഅ്ശറ ശബാബി, യുവാക്കളുടെ സമൂഹമേ, യുവാക്കളെ, അത് യുവതികളായാലും യുവാക്കളെ സംബന്ധിച്ച് അല്ലാഹു പുരുഷന്മാര് എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗം. യാ മഅ്ശറ ശബാബി മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത, നിങ്ങളിൽ ബാഅത്തിന് സാധ്യമാകുന്നവർ ഫല്യതസവ്വജ്, അവർ നിക്കാഹ് ചെയ്യട്ടെ. എന്താ ബാഅത്ത് എന്ന് പറഞ്ഞാൽ? മഹർ വനഫഖത്തു സൗജ്, മഹർ കൊടുക്കാനും അതുപോലെ തന്നെ തന്റെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാനും കഴിയുന്ന മുഴുവൻ ആളുകളും ഫല്യതസവ്വജ്, കല്യാണം കഴിക്കണം. എന്താ കണ്ടീഷൻ? പുരണ്ടാക്കിയിട്ട് സ്വന്തം ബിസിനസ് തുടങ്ങിയിട്ട് ഒരു വാഹനമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനൊന്നുമല്ല. മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾക്ക് മഹർ കൊടുക്കാൻ കഴിയുമോ? മഹർ എന്താണെന്ന് കോഴിയെ പറയാം. എന്താണ് ഈ മഹർ? അഖല്ലു മുതമവ്വിലിൻ, നമ്മുടെ ഫിഖഹിന്റെ കിതാബൊക്കെ പറഞ്ഞാലേ അഖല്ലു മുതമവ്വിലിൻ, ഏറ്റവും വളരെ കുറഞ്ഞ്, എനിത്തിങ് വാല്യുബിൾ, മൂല്യമുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന് മൂല്യമുണ്ടോ അത് കൊടുത്താൽ മഹറാണ്. മനിസ്തതാഅ മിൻകുമുൽ ബാഅ, മഹറിന് നിങ്ങൾക്ക് കഴിവുണ്ട്. വനഫഖ, ബാഅത്ത് എന്ന് പറഞ്ഞാൽ മഹറും അതിന് അനുബന്ധമായി വരുന്ന ഒരു, കല്യാണം കഴിച്ചാൽ ആ പെണ്ണിന് ചെലവ് കൊടുക്കണം, ആ പെണ്ണിനുള്ള ഭക്ഷണവും വസ്ത്രവും താമസവും കൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ. മനുഷ്യന്മാർ കഴിക്കുന്ന ഭക്ഷണം, മനുഷ്യന്മാർക്ക് ആവശ്യമായ താമസ സൗകര്യം, സാധാരണഗതിയിൽ മനുഷ്യന്മാരിടുന്ന വസ്ത്രം, അത്രേ ഉള്ളൂ. അതിന് ആ ബ്രാൻഡിന്റെ വസ്ത്രം തന്നെ വാങ്ങണം, ഇത്ര സൗകര്യമുള്ള, എത്ര സ്ക്വയർ ഫീറ്റുള്ള വീട്, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്, ഒന്നും വേണ്ട. മനിസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിനൊരു വീട്, അവൾക്ക് താമസ സൗകര്യവും, വീട് എന്ന് ഒരു അർത്ഥമല്ല, സെക്കൻഡ്, അത് സ്വന്തം ഉമ്മയുടെ വാപ്പയുടെ കൂടെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. താമസിക്കാൻ ഒരു ഇടം വേണം, അത് വാടകക്കായാലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ്. സ്വന്തമായിട്ടൊരു പുര വേണം, എന്നിട്ടേ നിക്കാഹ് പറ്റൂ എന്നൊക്കെ ശഠിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ. എന്നിട്ട് ചെറുപ്പക്കാരങ്ങനെ ഒരുപാട് കാലം വഴിതെറ്റി ജീവിച്ച് പിന്നെ ഇവിടെ നന്നാകാൻ തീരും. അതുകൊണ്ടൊക്കെ എത്രയോ തെറ്റുകൾ, ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ വാരിക്കൂട്ടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് നല്ല ദിശാബോധവും ഹിദായത്തും അല്ലാഹു അടിയുറപ്പിച്ച് നിർത്തി തരുമാറാകട്ടെ. മനിസ്തതാഅ മിൻകുമുൽ ബാഅ, അല്ലേ? ആർക്കാണ് നിക്കാഹ് ചെയ്യാൻ കടപ്പാടുള്ളത്? ആരാണ് ചെയ്യേണ്ടത്? മഹർ കൊടുക്കാനും അതുപോലെ തന്നെ മഹറിന് ശേഷം കല്യാണം കഴിഞ്ഞ് അതിന്റെ നഫഖത്ത് ചെലവ് കൊടുക്കാനും കഴിവുള്ള മുഴുവൻ ചെറുപ്പക്കാരും ഫല്യതസവ്വജ്, അവൻ വിവാഹം ചെയ്തു കൊള്ളട്ടെ, നിർബന്ധമാണ് എന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം